കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കപ്പിൾസ് വന്നാൽ ഇവിടെ ദേവിനെ കാണാൻ ചെയ്യാൻ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കപ്പിൾസിന് വരാവോന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്തവര് വേണം ഇവിടേക്ക് വരേണ്ടത്. ഇപ്പൊ എന്താ പറഞ്ഞ? കല്യാണം കഴിക്കാത്തവര് വേണം ഇവിടേക്ക് വരേണ്ടത്. അതിപ്പോ ലാഭായല്ലോ. ഒന്നിച്ച് ജീവിക്കുന്നവരെ, അതായത് ഇവര് രണ്ടുപേരെയും പോലൊക്കെ ഉള്ളവരെ. വിവാഹം കഴിച്ചവരെയും കൊണ്ട് വന്നാൽ കുഴപ്പമാ. അവരൊക്കെ നിങ്ങളെ പിടിച്ച് കടിച്ച എപ്പോഴും അടിയും വഴക്കുമായിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അവരങ്ങോട്ട് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബഹളവും വക്കാണും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അതെനിക്ക് പറ്റൂല. ഇതാവുമ്പോ അങ്ങനെ ഇല്ലല്ലോ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതുകൊണ്ട് വിവാഹം കഴിക്കാത്തവരെ, ഡിവോഴ്സ് ആയവരെ ഒറ്റയ്ക്ക് ആ കാര്യം ഞാൻ എത്തി. ഞാൻ ദേവിയുടെ ഒരു ദാസിയാവാനുള്ള പ്ലാനാണ് ഇനി. ദേവി പറഞ്ഞ കുറെ കാര്യങ്ങൾ സത്യമാണ്. കിട്ടാവുന്നതിൽ വെച്ച് പരമാവധി ശിക്ഷയാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഇനി ദൈവം പോലും ഇവനെ ശിക്ഷിക്കത്തില്ല. അതുകൊണ്ട് ദേവിനെ ഒന്നും കൂടെ അടുത്തറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ദേവിയുടെ പോലെ പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങാനുണ്ട് എനിക്ക്. ബെസ്റ്റ് ഇറങ്ങണ്ട. ഇപ്പൊ തന്നെ പ്രകൃതി ദേവിയാ. ആളിനെ നമുക്ക് മനസ്സിലായി. ആണ്, ദേവിയാണ് കേട്ടോ. ഞാൻ ചിരിച്ചു പോയനെ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.